കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് സ്റ്റുഡന്റ് മാർക്കറ്റുകൾ ആരംഭിച്ചു. റാഡിഷ് കൃഷിക്ക് പ്രോത്സാഹനം നൽകാൻ സൊമാനി സീഡ്സുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് കൃഷി ജാഗ്രൻ. കുട്ടനാട്ടിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പാക്കറ്റ് പൊറോട്ടകൾക്ക് ഇനി മുതൽ GST 5%. വിലക്കുറവിൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ സ്റ്റുഡന്റ് മാർക്കറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചു. സ്കൂൾ വിപണിയിൽ വിലക്കയറ്റം നിയന്ത്രിച്ചു നിർത്തുന്ന ഈ മാർക്കറ്റിന്റെ സേവനം ജൂൺ 13 വരെ ലഭ്യമാകും. സംസ്ഥാനത്തുടനീളം 500 സ്റ്റുഡന്റ് മാർക്കറ്റുകളാണ് കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇവയിൽ 400 എണ്ണം സഹകരണ സംഘങ്ങൾ വഴിയും 100 എണ്ണം ത്രിവേണി മുഖേനയുമാണ് വിൽപ്പന നടത്തുക. എറണാകുളം ഗാന്ധിനഗറിലെ കൺസ്യൂമർ ഫെഡ് ആസ്ഥാനത്തെ ത്രിവേണി മാർക്കറ്റിൽ മാനേജിംഗ് ഡയറക്ടർ M. സലീമാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. 40% വിലക്കുറവിൽ പഠനോപകരണങ്ങൾ ഇവിടെ നിന്നും വാങ്ങിക്കാൻ കഴിയും. സ്കൂൾ ബാഗുകൾ, നോട്ട്ബുക്കുകൾ, കുടകൾ, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിലുകൾ, പേന, പെൻസിൽ എന്നിവയുൾപ്പെടെ സ്കൂളിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നും ലഭ്യമാകും. ഇത്തവണ 10 കോടിയുടെ വിൽപ്പനയാണ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റാഡിഷ് കൃഷി പരിശീലനത്തിലൂടെ കർഷകരെ ശാക്തീകരിക്കുന്നതിനായി സൊമാനി സീഡ്സും കൃഷി ജാഗ്രനുമായി സഹകരിക്കുന്നു. ഇന്നലെ ഏപ്രിൽ 17-ന് ഇന്ത്യയിലെ പ്രമുഖ വിത്ത് നിർമ്മാതാക്കളിൽ ഒരാളായ സൊമാനി സീഡ്സും കാർഷിക മാധ്യമ സ്ഥാപനമായ കൃഷി ജാഗ്രൻ ഹെഡ് ഓഫീസിൽ വെച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സൊമാനി സീഡ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ KV സൊമാനി, കൃഷി ജാഗ്രൻ ആൻഡ് അഗ്രികൾച്ചർ വേർഡിന്റെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ MC ഡൊമിനിക് എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള കർഷകർക്കിടയിൽ റാഡിഷ് കൃഷി പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ വരുമാന നിലവാരം ഉയർത്തുകയും ആണ്. കരാർ പ്രകാരം സൊമാനി സീഡ്സും കൃഷി ജാഗ്രനും സംയുക്തമായി 30-ലധികം കർഷക പരിശീലന ശില്പശാലകൾ സംഘടിപ്പിക്കും. ഇത് 2024 ഡിസംബർ 1 മുതൽ 5 വരെ തീയതികൾ നടക്കാനിരിക്കുന്ന മില്യണിയർ ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡുകൾ വരെ നീളും. 10,000 കർഷകർക്ക് ഇതുവഴി പരിശീലനം ലഭിക്കും. മികച്ച വിളവ് ലഭിക്കുന്നതിനായി റാഡിഷ് കൃഷിരീതികളിൽ പരിശീലന സെഷനുകൾ സംഘടിപ്പിക്കും. ഇതിലൂടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുന്നതിനും മാർക്കറ്റ് തന്ത്രങ്ങൾ പഠിപ്പിക്കുന്നതിനും ഉൽപ്പന്നങ്ങളിൽ നിന്ന് അധിക വരുമാനം ഉണ്ടാക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. ബീഹാർ, ഛത്തീസ്ഗഡ്, ഹരിയാന, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ തുടങ്ങി 8 സംസ്ഥാനങ്ങളിലായി 50-ലധികം ജില്ലകളിൽ ഈ ശില്പശാലകൾ നടത്തും. കുട്ടനാട്ടിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ചെറുതന, എടത്വ, ചമ്പക്കുളം പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താറാവ് കൃഷി നടക്കുന്ന ഇടമാണ് കുട്ടനാട്ടിലെ അപ്പർ കുട്ടനാട് മേഖല. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് ഏവിയൻ ഇൻഫ്ലുവൻസ H5N1 കണ്ടെത്തിയത്. 10,000-ലധികം താറാവുകൾക്കാണ് നിലവിൽ രോഗം ബാധിച്ചതായി കണക്കാക്കപ്പെടുന്നത്. താറാവുകൾ തൂങ്ങി വീഴുന്നത് കണ്ടതോടെയാണ് രോഗബാധ സംശയിച്ച് പരിശോധനയ്ക്കായി സാമ്പിൾ ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ചത്. രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പക്ഷിപ്പനി പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലെ വളർത്തു താറാവുകളെ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊന്നൊടുക്കാൻ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പാക്കറ്റ് പൊറോട്ടകൾക്ക് ഇനി മുതൽ GST 5%. പാക്കറ്റുകളിൽ വിപണിയിലെത്തുന്ന പകുതി വേവുള്ള പൊറോട്ടകൾക്ക് ഇനി മുതൽ 5% GST. ആദ്യം 18% GST ആണ് ഇവയ്ക്ക് ഈടാക്കിയിരുന്നത്. മോഡേൺ ഫുഡ് എന്റർപ്രൈസസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് തീരുമാനമുണ്ടായത്. ബ്രെഡിന് സമാനമായി പാക്കറ്റിൽ വരുന്ന മലബാർ പൊറോട്ടയ്ക്ക് GST കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് ആണ് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. പാക്കറ്റിൽ വരുന്ന ഗോതമ്പ് പൊറോട്ട, മലബാർ പൊറോട്ട എന്നിവയ്ക്കാണ് ഇതുപ്രകാരം ഇളവ് ബാധകമാവുക. പാക്കറ്റിലാക്കിയ മലബാർ പൊറോട്ട ബ്രെഡ് പോലെ നേരത്തെ ഉപയോഗിക്കാൻ കഴിയുന്നതല്ലെന്നും ഇവ വീണ്ടും പാചകം ചെയ്യണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആവശ്യം തള്ളിയത്. ഇതിനെതിരെയാണ് മോഡേൺ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചത്. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.